എപ്പോഴാണെങ്കിലും സേതു ഈ വിവരം അറിയുമ്പോൾ പ്രശ്നം നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എത്രയെല്ലാം നമ്മൾ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും എങ്ങനെയെങ്കിലും സത്യം പുറത്തു വരും. അതാണിപ്പോ സംഭവിച്ചതും. അല്ലെങ്കിലും ദേഷ്യം വന്നാ പിന്നെ സേതുട്ടിന് കണ്ണ് കാണത്തില്ലല്ലോ അമ്മ. എന്നെ ഇത്രയൊക്കെ തല്ലിയപ്പോ സേതുട്ടിന് സമാധാനമായോ? എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുന്നേ നല്ലത്. അത്രയ്ക്ക് മതിയായി. നിക്ക്, എങ്കി പിന്നെ നീ താമസിക്കണ്ടേ, പോവാൻ നോക്ക്. സേതു നിന്നെ തല്ലിയതിന് ഞാൻ ന്യായീകരിക്കൊന്നുമല്ല. എന്നാലും ഞാൻ പറയുക, നീ ചെയ്ത തെറ്റിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അവനുണ്ട്. സേതുവിന്റെ സ്ഥാനത്ത് അച്ഛനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോ നിന്നെ കൊന്നുകളഞ്ഞേനെ. ഓരോ ദിവസവും ചുറ്റിനും നടക്കുന്നത് കണ്ടും കേട്ടും വളരുന്ന നിങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ടല്ലോ. മക്കളെ, അവനും പുറത്തിറങ്ങി നടക്കാനുള്ളതല്ലേ. ഈ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് പുറത്തുള്ളവർ ചോദിച്ചാൽ അവൻ എന്ത് മറുപടി പറയും? എന്തായാലും മോഹന്റെ മോൻ ഇത് മനഃപൂർവ്വം നിന്നോട് ചെയ്തന്നെയാ. ജയേഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അമ്മ. ഇതാ ഹോട്ടലിലെ CCTV വീഡിയോയാ. വേറെ ആരോ ഫേക്ക് ID പോസ്റ്റ് ചെയ്തതാ. ജയേഷ് ചെയ്തതല്ലാന്ന് നിനക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അങ്ങനെയായിരുന്നെങ്കിൽ ജയേഷ് എന്നെ വന്ന് കാണേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അമ്മ. ഇനി എന്നെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടല്ലേ കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവും തന്നിട്ട് പോയത്. ഇത് മറ്റാരോ പുറത്തുവിട്ടത്. ഞാൻ കണ്ടുപിടിച്ചോളാം. വേണ്ട, നീ കണ്ടുപിടിക്കണ്ട. അതിന് ഭരത്തും ഭാവനയും നോക്കിക്കോളൂ. ഇല്ലമ്മ, ഇതെന്റെ ഭാവിയുടെ കാര്യമാണ്. ഇതെങ്ങനെ കണ്ടില്ല എന്ന് വെക്കാൻ എനിക്കാവില്ല. ജയേഷാണിത് ചെയ്തെങ്കിൽ എന്നെ പോലെ തന്നെ അവന്റെ ഫ്യൂച്ചറിനെ ഇത് ബാധിക്കും. അത്രയ്ക്ക് വ്യക്തമാ ജയേഷിന്റെ മുഖവും. എനിക്കിപ്പോഴും അവനെ തന്നെ സംശയം. മോഹനന്റെ മോനല്ലേ, അവനിതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.